അബി ആനെ മേ ഹാവോ എന്ന മ്യൂസിക് നമ്മൾ അങ്ങനെ അധികാരം മറന്നു പോയിട്ടില്ലായിരിക്കും. ആഷിഖ് ബാന മ്യൂസിക് പോലെ തന്നെ വളരെ ഹിറ്റായൊരു മ്യൂസിക് ആയിരുന്നു ഇത്. അപ്പോൾ ആ മ്യൂസിക് നല്ല ഹിറ്റാകാൻ തന്നെ കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്ന നായിക ദിവ്യ ഘോസലയുടെ പെർഫോമൻസ് ആയിരുന്നു. അതിലെ പെർഫോമൻസിലൂടെ 2004 അവർ അബ് തുമാരെ ഹവാലെ വദൻ സാത്തി ഹോ എന്ന സിനിമയിലൂടെ അവർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. അപ്പോൾ അക്ഷയ് കുമാർ, ബോളിവുഡിലെ ടോപ്പ് ആക്ടേഴ്സായ അക്ഷയ് കുമാർ, അമിതാഭ് ബച്ചൻ, ബോബി ഡിയോൾ, നഗ്മ എന്നിവരുടെ കൂടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കുകയുണ്ടായി. അപ്പം ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ നായികയായിട്ട് അഭിനയിച്ച എല്ലാ പടങ്ങളും പൊട്ടി. പിന്നെ റോയി, ഷഫ്ഗാന തുടങ്ങിയ മൂവിയൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് വന്നിരുന്നത്. പക്ഷെ അതും ആ പടങ്ങളും പൊട്ടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അഭിനയിച്ച എല്ലാ പടങ്ങളും പൊട്ടുകയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടുകയായിരുന്നു. അപ്പോൾ അവർ സിനിമയിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക് എടുത്തു. പിന്നീട് ടി സീരീസിന്റെ ഉടമയായ ഭൂഷൺ കുമാറിനെ വിവാഹം കഴിക്കുകയുണ്ടായി. അപ്പം ഇവര് ഭൂഷൺ കുമാറുമായിട്ട് പ്രണയത്തിലാകുന്നത് ആദ്യത്തെ ചിത്രത്തിലൂടെയായിരുന്നു. ഈ പ്രണയത്തിലാകുന്ന സമയത്ത് ഭൂഷൺ കുമാറിന്റെ ആസ്തി എന്ന് പറയുന്നത് 10,000 കോടി രൂപയായിരുന്നു. ആദ്യത്തെ സിനിമ ഇവരുടെ പരാജയപ്പെട്ടെങ്കിലും പക്ഷെ ഇവരുടെ പ്രണയം വലിയ വിജയമായിരുന്നു. അപ്പൊ പിന്നീട് ഇവര് ഹസ്ബൻഡിന്റെ പൈസ ഉപയോഗിച്ചിട്ട് പടമൊക്കെ നിർമ്മിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആലിയ ഭട്ട്, കരൺ ജോഹർ അങ്ങനെ അവരൊക്കെ ആയിട്ട് പ്രശ്നത്തിലായി. അതൊക്കെ വലിയ വിവാദമായിരുന്നു. പിന്നീട് ബോളിവുഡിലെ സനംറ എന്ന മൂവി ഡയറക്റ്റ് ചെയ്തിട്ട് അവർ സൂപ്പർ ഹിറ്റ് ബോളിവുഡിൽ സമ്മാനിക്കുകയുണ്ടായി. ഇപ്പൊ ദിവ്യ ഘോസലയുടെ ആസ്തി എന്ന് പറയുന്നത് 42 കോടി രൂപയാണ്. അപ്പൊ അവരുടെ ഹസ്ബൻഡിന്റെ ആസ്തി 10,000 കോടിയാണ്. അപ്പം ഹസ്ബൻഡിന്റെ ബിസിനസ്സിലും എല്ലാം ഇവര് പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.